മലയാളം ബിഗ് ബോസിന് വേണ്ടി ചെന്നൈയിലിടുന്ന സെറ്റിൽ എന്തോ പിശാചുബാധയുള്ളതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഇതിനു മുൻപും ചെന്നൈയിൽ സെറ്റിട്ട സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഒരു സീസൺ പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടായി. ഇപ്പോഴും വലിയൊരു പ്രതിസന്ധിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. ചെന്നൈയിൽ ഗതി പിടിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴിതാ പുതിയൊരു ന്യൂസും കൂടെ വന്നിരിക്കുകയാണ്. ജാസ്മിൻ സുഖമില്ലാതെ കിടക്കുകയാണ്. നല്ല ഒന്നാം തരം പനിയാണ്. ജാസ്മിൻ്റെ അവസ്ഥ പുറത്തേക്ക് പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം തൽക്കാലം ജാസ്മിന് ടാസ്കിലേക്ക് ഗെയിമിലേക്ക് മടങ്ങി വരുവാൻ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം കടുത്ത പനിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ടു, സിബിൻ ഇന്ന് മിക്കവാറും ആ വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ബിഗ് ബോസ് വീട് മുൻപോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ തുടർന്നുള്ള ഗെയിമുകൾ നടക്കുക എന്നുള്ളത് ഒരു വലിയ ആശങ്കയിലാണ്. നെഗറ്റീവ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പോലും ഇത്രയും കാലം ചർച്ചാ വിഷയമാക്കി ഈ ബിഗ് ബോസ് സീസൺ 6 നിലനിർത്തിയ പ്രധാനപ്പെട്ട ഒരു ഘടകം ജാസ്മിൻ തന്നെയായിരുന്നു. അല്ലെങ്കിൽ സീസൺ 6 കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരതി നോക്കുക, ജാസ്മിൻ, ഗബ്രി അങ്ങനെയുള്ള ആൾക്കാരല്ലാതെ മിക്കവാറും വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പനി മൂർച്ഛിച്ച് ജാസ്മിന് പുറത്തു പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഈ ഷോയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കിയേ. അർജുൻ, ഋഷി, ശ്രീതു, റസ്മിൻ, ശരണ്യ, അപ്സര, നന്ദന, സായി, അഭിഷേക്, ശ്രീകുമാർ, ശ്രീരേഖ, അൻസിബ, ഈ ആൾക്കാരൊക്കെയാണ് അവിടെ തുടർന്ന് നിൽക്കുന്നവർ. ഇതിനകത്ത് ആരാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു ഗെയിം പ്ലാനോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റോ കൊണ്ടുവന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്തുവാൻ തക്കവണ്ണം കേപ്പബിൾ ആയ ഒരു വ്യക്തി അതിനകത്ത് ഇപ്പോഴുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരുപക്ഷെ സിബിൻ ആ വീട്ടിനകത്ത് തുടരുകയാണെങ്കിൽ തന്നെയും സിബിൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ നന്ദനയോട് വാശിയറിയിൽ വെച്ച് പറയുന്നുണ്ട്, പെട്ടെന്ന് എനിക്ക് ഗെയിമിലേക്ക് മടങ്ങി വരുവാൻ പറ്റില്ല, നമുക്ക് നോക്കാം, കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും പുറത്തു പോയാലും പോയില്ലെങ്കിലും സിബിന്റെ കാര്യത്തിലും ഏകദേശമൊക്കെ തൽക്കാലത്തേക്കൊരു തീരുമാനമായി നിൽക്കുകയാണ്. ഇവിടെയാണ് ജാസ്മിനും സുഖമില്ലാതെ പുതച്ചു മൂടിക്കിടക്കുന്ന കാഴ്ച കാണുന്നത്. ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആ വീട്ടിലെല്ലാവരും ഓരോരോ മൂലയിൽ ഇരുന്നു കൊണ്ട് നുണ പറയുക, ഓരോ ആൾക്കാരെ കുറിച്ചുള്ള വിധിയെഴുത്തുകൾ നടത്തുക. ഇതിനപ്പുറത്ത് പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ ഇവർക്ക് നൽകുവാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും സിബിൻ പുറത്തു പോകാതിരിക്കട്ടെ. അപ്പോൾ തന്നെ ജാസ്മിന്റെയും അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമായിട്ട് ഗെയിമിൽ ആക്റ്റീവ് ആകാൻ അവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്.